ചരിത്രമാവുകയാണ് ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. ചരിത്രമാകുന്ന നിരവധി കരാറുകൾ നമ്മൾ ലോകത്തിന് മുന്നിൽ തലയുയർത്തി കുറച്ചുകൂടി മുന്നേറാൻ പോകുന്നു എന്നതിൻ്റെ ഉദാഹരണമായി നിരവധി നിർമ്മാണ സംരംഭങ്ങളിലേക്ക് ഇന്ത്യ കടക്കുന്നു. തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഒപ്പം കയറ്റുമതിയിലടക്കം വലിയ വിപ്ലവങ്ങൾ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകളാവുകയാണ് ഇത്. വിശദമായി 9 മണി ഈ വാർത്ത ചർച്ച ചെയ്യുന്നു. ഒപ്പം ഇമ്രാൻഖാൻ്റെ ജയിലിലെ ജീവിതം അത് ഓരോ ദിവസവും ദുസ്സഹമാവുകയാണ്. 15% മാത്രം കാഴ്ചശക്തിയാണ് ഇമ്രാനുള്ളത്. ഗവാസ്കർ അടക്കമുള്ള താരങ്ങൾ ഇമ്രാനെ രക്ഷിക്കണം എന്നാവശ്യപ്പെട്ട് പാക് പ്രധാനമന്ത്രി കത്തയക്കുന്ന അസാധാരണമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഒപ്പം ഓസ്ട്രേലിയയുടെ തോൽവി അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ ട്രോളുകളാവുകയാണ്. 2023 ലോകകപ്പിൽ ട്രോഫി കിട്ടിയതിന് ശേഷം ഓസ്ട്രേലിയൻ താരങ്ങൾ ട്രോഫിക്ക് മുകളിൽ കാലു ചവിട്ടി നിൽക്കുന്ന ദൃശ്യങ്ങൾ അടക്കം പ്രചരിപ്പിച്ചുകൊണ്ടാണ് ട്രോളുകൾ സംഭവിക്കുന്നത്. ഇതിടക്കം നിരവധി വാർത്തകളുണ്ട് തലക്കെട്ടുകളിലേക്ക്. ചരിത്രമാകുന്ന കരാറുകളിൽ ഒപ്പിട്ട മോദിയും മാക്രോണും. H-125 ഇനി ഇന്ത്യയിൽ നിർമ്മിക്കും. തദ്ദേശീയമായി വരുന്നത് എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ ശേഷിയുള്ള ഒരേ ഒരു ഹെലികോപ്റ്റർ. കയറ്റുമതിക്കും വാതിൽ തുറക്കും. ആരോഗ്യവും സാങ്കേതികവിദ്യയും ഇനി AI-യിലൂടെ. ആരോഗ്യരംഗത്ത് കൃത്രിമ ബുദ്ധി ഉപയോഗിച്ചുള്ള നൂതന ചികിത്സാ രീതികൾ. ജയിലിൽ കഴിയുന്ന ഇമ്രാൻഖാന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. കാഴ്ചശക്തി 15% മാത്രം. പാക് പ്രധാനമന്ത്രി കത്തയച്ച് കപിൽ ദേവും ഗവാസ്കറും ഗ്രെഗ് ചാപ്പലും അടക്കം 14 ഇതിഹാസങ്ങൾ. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ ഓസീസ് ടീമിനെതിരെ സോഷ്യൽ മീഡിയയിൽ പരിഹാസം. 2023 ലോകകപ്പ് നേടിയതിനു ശേഷം ട്രോഫിക്ക് മുകളിൽ കാലെടുത്ത് വെച്ച ഫോട്ടോ പ്രചരിക്കുന്നു. ഓസീസിന് ട്രോഫി ശാപമെന്ന് സോഷ്യൽ മീഡിയ. പാകിസ്ഥാനെതിരെയുള്ള ജലയുദ്ധം ശക്തമാക്കി ഇന്ത്യ. രവി നദിയിലെ വെള്ളം കൂടി തടയാൻ തീരുമാനം. വേനൽക്കാലത്ത് കത്വ, സാംബ ജില്ലകളിൽ വെള്ളം ഉറപ്പാക്കാൻ നീക്കമെന്ന് വിശദീകരണം. നടപടി സിന്ധു, ചെനാബ് നദികളിലെ ജലം തടഞ്ഞതിന് പിന്നാലെ. അസമിൽ കോൺഗ്രസിന് വൻ ഷോക്ക്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ BJP-യിൽ ചേരുമെന്ന് മുൻ കോൺഗ്രസ് അധ്യക്ഷൻ ഭൂപൻ ബോറ. ഭൂപന് പിന്നാലെ ജില്ലാ അധ്യക്ഷന്മാരും നേതാക്കളും പാർട്ടി വിട്ടേക്കുമെന്ന് സൂചന. തന്ത്രിക്ക് സ്വകാര്യ ബാങ്കുകളിൽ വൻ നിക്ഷേപമെന്ന് SIT. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ. നിക്ഷേപം സാമ്പത്തിക സ്രോതസ് ദുരൂഹമായതിനാൽ അന്വേഷണം വേണമെന്ന ആവശ്യം. വിവരങ്ങൾ കോടതിയിൽ ഹാജരാക്കി അന്വേഷണ സംഘം. രാജീവരരുടെ ജാമ്യ ഹർജിയിൽ ഇന്ന് വിധി. ബിഗ് ബജറ്റ് ചിത്രം ദുരന്തർ 2 റിലീസ് വൈകുമോ? പ്രൊഡക്ഷൻ ഹൗസായ B62 സ്റ്റുഡിയോസിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ. നടപടി സെറ്റിലെ തുടർച്ചയായ നിയമലംഘനങ്ങളെ തുടർന്ന് സെറ്റിൽ തീപ്പന്തങ്ങളും കത്തുന്ന വസ്തുക്കളും ഉപയോഗിച്ചതായി BMC. സംസ്ഥാനത്തെ ബാറുകളുടെ സമയക്രമത്തിൽ മാറ്റം ഇന്ന് മുതൽ. രാവിലെ 10 മുതൽ രാത്രി 12 വരെ തുറന്നിരിക്കും. ടൂറിസം മേഖലകളിലെ 5 സ്റ്റാർ ബാർ ഹോട്ടലുകൾ പുലർച്ചെ 3 വരെ പ്രവർത്തിക്കാം. പ്രവർത്തന സമയം വർദ്ധിപ്പിച്ച വിജ്ഞാപനമിറക്കിയത് ഇന്നലെ. ഒന്നാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചോദ്യം ചെയ്യൽ ഇന്ന് അവസാനിക്കും. രാഹുൽ സഹകരിക്കുന്നില്ലെന്ന് അന്വേഷണ സംഘം. രണ്ടാം ബലാത്സംഗ കേസിലെ നടപടി ത്വരിതപ്പെടുത്താനും നീക്കം. രാഹുൽ ഈശ്വറിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പരിഗണിക്കും. വിഴിഞ്ഞത്ത് ഹോട്ടലിലെ ഭക്ഷണ സാമ്പിൾ പരിശോധനാ ഫലം ഇന്ന്. 2 പേരുടെ മരണത്തിൽ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിക്കാതെ ആരോഗ്യവകുപ്പ്. പരാതി ഉയർന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ കൂടി ആശുപത്രിയിൽ. ലോകം ഇന്ത്യയിലേക്ക് ഉറ്റുനോക്കിയിട്ട് കാലങ്ങളേറെയായി. തദ്ദേശീയമായി വികസിപ്പിക്കുന്ന നിരവധി സാങ്കേതിക വിദ്യകൾ. ഇപ്പോൾ ഫ്രാൻസിനോട് ചേർന്ന് അവരുടെ സാങ്കേതികവിദ്യ കൂടി ഇന്ത്യക്ക് കൈമാറുമ്പോൾ അത്ഭുതങ്ങൾ, വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന് വേണം കരുതാൻ. മോദി മാക്രോൺ മാജിക് എന്നാണ് ഈ കരാർ ഒപ്പിടലിനെ മാധ്യമങ്ങളടക്കം വിശേഷിപ്പിക്കുന്നത്. എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിലൂടെ പറക്കുന്ന ഹെലികോപ്റ്ററുകൾ ഇനി കർണാടകയിൽ നിർമ്മിക്കുമെന്നാണ് ഈ കരാറുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന സൂചനകൾ. ടാറ്റയും എയർബസും
കൈകോർക്കുമ്പോൾ പ്രതിരോധ രംഗത്ത് വൻ കുതിപ്പുണ്ടാകുന്ന സാധ്യതകൾ തുറക്കുകയാണ്. 21 സുപ്രധാന കരാറുകൾ ഇന്ത്യ ഇനി ആഗോള നിർമ്മാണ ഹബ്ബായി ഉയരാൻ പോകുന്നു. റഫേൽ വിമാനങ്ങൾക്ക് പിന്നാലെ ഫ്രാൻസുമായി വലിയ തോതിലുള്ള കരാറുകൾ പോകുമ്പോൾ നമുക്കറിയാം ലോകരാജ്യങ്ങളൊക്കെ വല്ലാതെ അനിശ്ചിതാവസ്ഥകൾ കടന്നു പോകുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ആഗോള തലത്തിൽ ഇന്ത്യ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. ഇന്ത്യ ഫ്രാൻസ് ബന്ധം മാറുമ്പോൾ, ഈ കരാറുകൾ ഒപ്പിടുമ്പോൾ ചരിത്രപരമായ പല മാറ്റങ്ങളും സംഭവിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സുപ്രധാന കരാറുകളാണ്, വെറുമൊരു സന്ദർശനമല്ല ഇത് എന്ന് വ്യക്തമാക്കുന്നതാണ് മാക്രോണിൻ്റെ ഇന്ത്യയിലേക്കുള്ള വരവ്. 19-ാം തീയതി വരെ മാക്രോൺ ഇന്ത്യയിൽ തുടരും. ഊഷ്മളമായ സന്ദർശനം, അതിനപ്പുറം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനപ്രദമായ വലിയ തോതിലുള്ള കാര്യങ്ങൾ സംഭവിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ലോകം ചർച്ച ചെയ്യാൻ പോകുന്നു. മേക്ക് ഇൻ ഇന്ത്യ എന്നത് ലോകത്തിൻ്റെ പല രാജ്യങ്ങളും ഉപയോഗപ്പെടുത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടി ഇപ്പോൾ പുറത്തു വരികയാണ്. വലിയ പ്രഖ്യാപനങ്ങൾ നടക്കുന്നു. നമുക്കറിയാം AI സബ്മിറ്റ് ഡൽഹിയിൽ നടക്കുകയാണ്. അത് വലിയ തോതിലുള്ള ചർച്ചകളാകുന്നു. എന്തൊക്കെയാണ് ഓരോ ദിവസവും സംഭവിക്കുന്നത് എന്നുള്ളത് അത്ഭുതത്തോടെ വീക്ഷിക്കുകയാണ് ലോകരാജ്യങ്ങൾ എന്നുള്ളതാണ്. അജയ് സുധാ ബിജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, പ്രതിരോധ രംഗത്തെ സഹകരണം പുതിയ തലത്തിലേക്ക് മാറുകയാണ്. റഫേൽ മുതൽ അന്തർവാഹിനികൾ വരെ നീളും ഞങ്ങളുടെ ബന്ധമെന്ന് മാക്രോൺ പ്രഖ്യാപിക്കുമ്പോൾ അത് പുതിയ ചരിത്രമായി മാറുകയാണ്. തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ഒരു ബൃഹത്തായ കരാർ തന്നെയാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി ഇന്നലേക്ക് ഉറ്റുനോക്കിയിരുന്നത് റഫാൽ വിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ തന്നെയായിരുന്നു. എന്നാൽ അതിനു പുറമെ അതിനപ്പുറം പലതരത്തിലുള്ള സഹകരണത്തിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പിട്ടു എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന ഈ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകളാണ്. ഇത് കർണാടകയിൽ നിർമ്മിക്കാനാണ് ധാരണയായിട്ടുള്ളത്. എയർബസും ടാറ്റയും കൂടി കൈകോർത്തിട്ടായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ അത് നിയന്ത്രിക്കുക. ഈ H-125 ലൈറ്റ് യൂട്ടിലിറ്റി ഹെലികോപ്റ്ററുകൾ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ എവറസ്റ്റ് കൊടുമുടിക്ക് മുകളിലൂടെ പറക്കാൻ സാധിക്കുന്ന ഏക ഒരു ഹെലികോപ്റ്ററാണ്. നമുക്കറിയാം ഇന്ത്യ അതിർത്തിയിൽ നിന്ന് നിരന്തരമായിട്ടുള്ള ഭീഷണികൾ നേരിടുന്നുണ്ട്. അപ്പോൾ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളാണ് അതിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല ചൈന എന്ന് പറയുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു വലിയ ശത്രു അത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചൈനയുമായി ഇപ്പോൾ ഇതിനു മുൻപേ ഒരു സംഘർഷം നേരിട്ട് ഇരുന്നത് 2020 സമയത്തായിരുന്നു. ഇപ്പോൾ ഈ അടുത്തൊന്നും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലില്ല. എന്നാൽ ഒരു സൗഹൃദത്തിൻ്റെ കൈ തന്നെയാണ് ഇന്ത്യയും ചൈനയും ഇപ്പോൾ അടുത്തിടെ സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ ഒരു ഭീഷണി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ചൈനയിൽ നിന്നുള്ള ഭീഷണികളെ ചെറുക്കാൻ ഏറ്റവും ഗുണമേകും ഇത്തരം ഒരു ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണം എന്ന് പറയുന്നത്. ഇന്ത്യയിലേക്ക് ഫ്രാൻസ് ഇത്ര വലിയൊരു നിക്ഷേപം നടത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അത് ഇന്ത്യയിലുള്ള നിർമ്മാണ ചെലവിലെ വലിയൊരു കുറവ് തന്നെയാണ്. ഇത് തന്നെയാണ് ഫ്രാൻസ് ഉറ്റുനോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകവും. അവർ ഇന്ത്യയിലേക്ക് ഇപ്പോൾ ഇമ്മാനുവൽ മാക്രോൺ ഇന്ത്യയിലേക്ക് ഈ AI സബ്മിറ്റിൻ്റെ ഭാഗമായി എത്തിയപ്പോൾ തന്നെ ഇന്ത്യയിൽ ഇത്തരത്തിൽ ഇപ്പോൾ റഫാൽ വിമാനങ്ങളാണെങ്കിലും മറ്റ് പ്രതിരോധ ഉൽപ്പന്നങ്ങളാണെങ്കിലും നിർമ്മിക്കാൻ അവരൊരു പങ്കാളിയെ അന്വേഷിച്ചുകൊണ്ടാണ് എത്തിയത്. ടാറ്റ അടക്കമുള്ള കമ്പനികളെ പരിഗണിക്കുന്നു എന്ന് നമ്മൾ ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്ത കാര്യവുമാണ്. ഇപ്പോൾ ടാറ്റ തന്നെയാണ് ഇപ്പോൾ എയർബസുമായി സഹകരിച്ചുകൊണ്ട് ഈ H-125 ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കാൻ ധാരണയായിട്ടുള്ള കർണാടകയിലായിരിക്കും അതിൻ്റെ നിർമ്മാണ കേന്ദ്രം. ഇതിന് സംബന്ധിച്ചുള്ള സാങ്കേതിക വിദ്യയും മറ്റ് ഉപകരണങ്ങളും എല്ലാം ഇന്ത്യക്ക് ഫ്രാൻസ് കൈമാറും. വൈകാതെ തന്നെ ഇതിൻ്റെ നിർമ്മാണം ആരംഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുമാത്രമല്ല നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന റഫാൽ വിമാനങ്ങളുടെ കരാർ അതിലും ഒരു ധാരണയായിട്ടുണ്ട്. മാത്രമല്ല പ്രതിരോധ മേഖലയിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ധാരണകൾ ഇന്ത്യക്കും ഫ്രാൻസിനും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും സുപ്രധാനമായ മറ്റൊന്ന് ഹാമർ മിസൈലുകളുടെ നിർമ്മാണമാണ്. അതും ഹാമർ മിസൈലുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ നിലവിൽ ധാരണയായിട്ടുണ്ട്. ഈ ഹാമർ മിസൈൽ എന്ന് പറയുന്നത് ഫ്രാൻസിൻ്റെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓൾ വെതർ സ്മാർട്ട് എയർ ടു സർഫസ് സ്റ്റാൻഡ് ഓഫ് വെപ്പണാണ്. ഇത് വളരെ ഇതിൻ്റെ ഒരു സാങ്കേതിക വിദ്യ നിലവിൽ ഇന്ത്യക്ക് കൈമാറുന്നുണ്ട്. സഫ്രാൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഡിഫൻസ് ആണ് ഇതിൻ്റെ നിർമ്മാണത്തിന് മേൽനോട്ടം വഹിക്കുക. ഇന്ത്യയിൽ തീർച്ചയായിട്ടും ടാറ്റയുമായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു വ്യവസായ കേന്ദ്രങ്ങളുമായിട്ടും സഹകരിച്ചായിരിക്കും ഇതിൻ്റെ നിർമ്മാണം ഇന്ത്യയിൽ ഉണ്ടാവുക. ഇത്തരത്തിൽ ഹാമർ മിസൈലുകളും H-125 ഹെലികോപ്റ്ററുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ ധാരണയായിട്ടുണ്ട്. മാത്രമല്ല പരസ്പരം ഈ സൈനിക ഉദ്യോഗസ്ഥരുടെ കൈമാറ്റം അതുകൂടി ഇന്ത്യ ഫ്രാൻസ് ധാരണയായിട്ടുണ്ട്. ഫ്രാൻസ്
ഫ്രാൻസിൽ നിന്ന് സൈനിക ഉദ്യോഗസ്ഥർ മിലിറ്ററി ഓപ്പറേഷനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വരും. ഇന്ത്യയിൽ നിന്ന് തിരിച്ച് ഫ്രാൻസിലേക്കും ഇത്തരത്തിൽ മിലിറ്ററി ഉദ്യോഗസ്ഥരെ അയച്ചുകൊണ്ടുള്ള സഹകരണം ഉണ്ടാകും. മാത്രമല്ല 10 വർഷം നീണ്ട ഒരു പ്രതിരോധ കരാറിൽ കൂടി ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവെച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായി ഇവിടെ എടുത്തു സൂചിപ്പിക്കേണ്ടതാണ്. ഇവിടെ പ്രതിരോധ രംഗത്തിൽ കഴിയുന്നില്ല, ആരോഗ്യരംഗത്തും അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാ രംഗത്തും ഇന്ത്യയും ഫ്രാൻസും കൈകോർക്കുന്നുണ്ട്. അതിലെ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കരാർ എന്ന് പറയുന്നത് ആരോഗ്യരംഗത്തുള്ള കൃത്രിമ ബുദ്ധിയുടെ ഉപയോഗമാണ്. AI ഉപയോഗിച്ചുകൊണ്ടുള്ള ആരോഗ്യ മേഖലയുടെ പ്രവർത്തനം. വ്യാപാര രംഗത്തും വലിയ രീതിയിലുള്ള ഒരു സഹകരണം ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ നിലവിലുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത അജയ്, ഈ നമ്മൾ ഈ സാധാരണ കരാറുകൾ ഒപ്പിടുമ്പോൾ ഏകപക്ഷീയമായിരിക്കും. അവിടെ കുറേ കോടികൾ അങ്ങോട്ട് കൊടുക്കുന്നു, കുറേ സാധനങ്ങൾ ഈ ഹെലികോപ്റ്റർ അടക്കം അല്ലെങ്കിൽ അന്തർവാഹിലുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് തരുന്നു. അങ്ങനെയായിരിക്കും സാധാരണയായി സംഭവിക്കുന്നത് പല രാജ്യങ്ങളിൽ. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഫ്രാൻസിനെ പോലെ ടെക്നോളജിയിൽ ഏറ്റവും മികച്ച രാജ്യങ്ങളിൽ ഒന്നിൻ്റെ സാങ്കേതിക വിദ്യ കൂടി നമുക്ക് ലഭിക്കുകയാണ്. അതായത് ഇവിടുത്തെ മെയ്ക്ക് ഇൻ ഇന്ത്യ നമുക്കറിയാം വലിയതോതിൽ പ്രചാരമർഹിക്കുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ വിജയിച്ച ഒരു പദ്ധതിയാണ്. നിരവധി സാധനങ്ങൾ തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. അതിലേക്ക് വരാം. ശ്രീ MS വേണുഗോപാൽ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ MS വേണുഗോപാൽ, ഇമ്മാനുവൽ മാക്രോണിൻ്റെ പ്രസ്താവന റാഫേൽ മുതൽ അന്തർവാഹിനികൾ വരെ നീളുന്നതാണ് ഞങ്ങളുടെ ബന്ധം എന്നുള്ളത് ഒരു സൂചനയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ലോകത്തിലെ ഏറ്റവും വിശ്വസ്തരായ പങ്കാളികൾ ഒന്നാണ് ഫ്രാൻസ് ഇന്ത്യയെ കാണുന്നത്. അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ സംഭവിക്കും. നമ്മൾ ലോകത്തിന് മുന്നിൽ കുറച്ചുകൂടി തലയുയർത്തി നിൽക്കാൻ പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? വളരെ സത്യമാണ്. കാരണം നമ്മളിപ്പോ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളതായിട്ട് നമുക്ക് തന്നെ സംശയമുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മുടെ ഡിഫൻസ് തന്ത്രങ്ങൾക്കും അതുപോലെ തന്നെ അതിന്റെ സ്ട്രെങ്തിനും ഒട്ടും കുറവ് വരാത്ത വിധത്തിൽ നമുക്കൊരു നയം രൂപീകരിക്കേണ്ടതുണ്ട്. അതിന് പിന്നെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു കൂട്ടാളി അല്ലെങ്കിൽ പങ്കാളി എന്ന് പറയുന്നത് ഫ്രാൻസാണ്. അപ്പോൾ ഫ്രാൻസുമായിട്ട് ഡിഫൻസ്, AI, ക്രിട്ടിക്കൽ മിനറൽസ്, ന്യൂക്ലിയർ എനർജി, ക്ലൈമറ്റ് ആക്ഷൻ, ഇങ്ങനെ തുടങ്ങി വലിയ പദ്ധതികളാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. ഏതാണ്ട് 3.25 ലക്ഷം കോടിയുടെ കരാർ ഇപ്പൊ തന്നെ ആയി എന്നാണ് പറയുന്നത്. 114 റഫേൽ വിമാനങ്ങളടക്കം പദ്ധതികൾ പൂർണ്ണമായിട്ട് ഡിഫൻസ് പുറത്തുവിട്ടിട്ടില്ല. എങ്കിൽ പോലും അത്ര വലിയ പദ്ധതികളാണ് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫൻസിന് പുറമെ ട്രേഡ്, സ്കില്ലിംഗ്, ഹെൽത്ത് കെയർ, സപ്ലൈ ചെയിൻസ്, ഇങ്ങനെ പല വിഷയങ്ങളിൽ നമ്മൾ ഫ്രാൻസുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുകയാണ്. ഇമ്മാനുവൽ മാക്രോണും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. നെതന്യാഹുവും നരേന്ദ്രമോദിയും തമ്മിലുള്ള ബന്ധം വളരെ ദൃഢമാണ്. ഇതൊക്കെ ലോകം വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് ഇസ്ലാമിക് നാറ്റോ രാഷ്ട്രങ്ങളുടെ നീക്കങ്ങൾ ഉൾപ്പെടെ ആ ഒരു ചേരി കൂടെ വരുമ്പോൾ ലോകത്ത് ഒരു പുതിയ ചേരി രൂപപ്പെടുകയാണ്. ആ സന്ദർഭങ്ങളിൽ ഇന്ത്യയും ഫ്രാൻസും ഒക്കെ സമാനമായ, അതുപോലെ തന്നെ ഇസ്രയേലും ഒക്കെ സമാനമായ ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ ഈ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്നത് ലോകത്തിന് നല്ലതാണോ, ഗുണകരമാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. കാരണം അതിൽ അപക്വമായ ഒരുപാട് രാഷ്ട്രങ്ങൾ ഉണ്ട്. നമുക്കറിയാം, തുർക്കി പോലെ, പാകിസ്ഥാൻ പോലെ ഒക്കെയുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ, ചില ടെററിസ്റ്റ് രാഷ്ട്രങ്ങൾ തന്നെ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ന്യൂക്ലിയർ പവർ അവരുടെ കയ്യിലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു ലോകശക്തിയുമായി, ഫ്രാൻസിനെ പോലുള്ള ഒരു ലോകശക്തിയുമായുള്ള ഒരു ബന്ധം വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ ഇന്തോ പസഫിക് റീജിയണിൽ ഒരുപാട് നമ്മൾ നേരിടുന്നുണ്ട്. റഷ്യ ഉക്രൈൻ കോൺഫ്ലിക്റ്റ് ഇതുവരെയും പൂർണ്ണമാകാത്തത് ഇന്ത്യയുടെ ശക്തമായ ഒരു ഇടപെടൽ ഇല്ലാത്തതാണെന്ന് പലപ്പോഴും പരാതി ഉയർന്നിട്ടുണ്ട്. ഇന്ത്യക്ക് ചില കാര്യങ്ങളിൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ കഴിയുമായിരുന്നു. പക്ഷേ നമുക്ക് റഷ്യയുമായുള്ള കടുത്ത ബന്ധങ്ങൾ പലപ്പോഴും അതിന് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഗാസയിലെ പ്രശ്നങ്ങൾ ഇപ്പോഴും തട്ടി നിൽക്കുന്നു. ഇതൊക്കെ ഇന്ത്യ ഫ്രാൻസ് ഡിസ്കഷനിൽ വരുന്നതാണ്. അതുപോലെ എയർ മെറൈൻ ഡൊമൈൻ, അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ കടലാകാശ മേധാവിത്വം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഹിമാലയം എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംരക്ഷണത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ്. ഏതാണ്ട് 3000 കിലോമീറ്റർ വരുന്ന ചൈന, പിന്നെ നേപ്പാൾ, ഭൂട്ടാൻ തുടങ്ങിയ രാഷ്ട്രങ്ങൾ മാത്രമല്ല, ബംഗ്ലാദേശിന്റെയും പാകിസ്ഥാന്റെയും ഏതാണ്ട് പ്രദേശങ്ങൾ വരെ നമുക്ക് ഹിമാലയൻ സെക്ടറിൽ ചില നിർണായകമായ സ്ട്രാറ്റജികൾ എടുക്കുന്നതിന്
ഗുണകരമാകുന്നതാണ്. ശരി, നന്ദി സർ. ശ്രീ MS വേണുഗോപാലാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, ഇന്ത്യയുടെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയിൽ ടാറ്റ ഗ്രൂപ്പ്, ലാർസൻ ആൻഡ് ട്യൂബ്രോ, ഭാരത് ഫോർജ് എന്നീ 3 സ്വകാര്യ കമ്പനികളെ പ്രതിരോധ മന്ത്രാലയം ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ യുദ്ധവിമാന നിർമ്മാണത്തിൽ കുത്തകയുണ്ടായിരുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ ഈ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയെന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 5ാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ വികസിപ്പിക്കുക എന്നതാണ് AMCA പദ്ധതി ലക്ഷ്യമിടുന്നത്. അത്യാധുനിക സ്റ്റെൽത്ത് കോട്ടിങ്ങുകളും ആന്തരിക ആയുധ അറകളുമുള്ള ഒറ്റ സീറ്റുള്ള ഇരട്ട എഞ്ചിൻ ബജറ്റാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് വരുന്നതുകൂടി നമ്മൾ ലോകത്തിലെ 3 പ്രധാനപ്പെട്ട രാജ്യങ്ങൾക്കൊപ്പം, അതായത് US, ചൈന, റഷ്യ എന്നീ രാജ്യങ്ങൾക്കൊപ്പം 5ാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പട്ടികയിൽ നമ്മുടെ രാജ്യവും ഇടം പിടിക്കും എന്നുള്ളത് ഏറെ അഭിനന്ദനാർഹമായ, നമുക്കേറെ അഭിമാനിക്കാവുന്ന വാർത്തയായി മാറുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മൾ 9 മണിയിൽ എടുക്കുന്നുണ്ട്. അത് ഇമ്രാൻഖാൻ്റെ വല്ലാത്ത ഒരു ദുരവസ്ഥയാണ്. ഒരു കാലത്ത് ലോക ക്രിക്കറ്റിൻ്റെ ഏറ്റവും തലപ്പത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന ഒരു താരം, ഐക്കൺ താരമായി നിന്ന ഇമ്രാൻഖാൻ ഇന്ന് ജയിലിലെ ഏറ്റവും നിലവാരം കുറഞ്ഞ സെല്ലിൽ ജീവന് വേണ്ടി മല്ലിടുന്ന പശ്ചാത്തലം, അത് പാകിസ്ഥാൻ പോലെയുള്ള ഒരു രാജ്യത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇമ്രാനോടുള്ള അത്രത്തോളം വലിയ പ്രതികാരം ആ സർക്കാർ അവിടെ നടപ്പിലാക്കുന്നു എന്നുള്ളതാണ്. 85% കാഴ്ചശക്തി ഇമ്രാന് നഷ്ടപ്പെട്ടു എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ്. കപിൽ ദേവും ഗവാസ്കറും ഗ്രെഗ് ചാപ്പലും അടക്കം ഒരു കാലത്ത് ഇമ്രാനൊപ്പം ക്രിക്കറ്റ് പിച്ചുകളിൽ കളിച്ചിരുന്നവരാണ്, താരങ്ങളായിരുന്നവരാണ്. ഇവരടക്കം 14 ഇതിഹാസങ്ങളാണ് ഇപ്പോൾ ഇമ്രാൻഖാനെ പുറത്തുവിടണം എന്നാവശ്യപ്പെട്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചിരിക്കുന്നത്. നമുക്കറിയാം. പക്ഷേ ഈ കത്തയച്ചതിൽ ഒപ്പിട്ടതിൽ പാക് താരങ്ങളൊന്നുമില്ല. പക്ഷേ ചില പാക് താരങ്ങളെങ്കിലും ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ പാക് താരങ്ങൾ ഭയം മൂലം ഈ കത്തിൽ ഒപ്പുവെച്ചിട്ടില്ല എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. 73 വയസ്സാണ് ഇമ്രാൻഖാനുള്ളത്. പാകിസ്ഥാൻ സർക്കാരിന് മേൽ രാജ്യാന്തര സമ്മർദ്ദം ചെലുത്തുക എന്നുള്ളതാണ് ഈ താരങ്ങളുടെ ലക്ഷ്യം. അടിയന്തരമായി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ടാണ് ലോക ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങൾ ഇത്തരത്തിൽ ഒരു നിലപാടുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് കത്ത് കൈമാറുകയും മറ്റും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഇന്നലെ വന്ന ഒരു വാർത്ത, പുതിയ ആധുനിക ജയിൽ, ചികിത്സാ സംവിധാനങ്ങളൊക്കെയുള്ള ഒരു ജയിൽ 3 മാസത്തിനകം അവിടെ പണി പൂർത്തിയാകും. അതിനുശേഷം ഇമ്രാനെ അങ്ങോട്ടേക്ക് മാറ്റും എന്നാണ്. പക്ഷേ അത്രത്തോളം കാലം ഇമ്രാൻ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ സംശയമുണ്ട്. ഇന്ത്യൻ താരങ്ങളായ കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ എന്നിവർക്ക് പുറമെ ഇയാൻ ചാപ്പൽ, അലൻ ബോർഡർ, സ്റ്റീവ് വോ, കിം ഹ്യൂസ്, ബെർലിൻഡ ക്ലർക്ക്, മൈക്കൽ ആത്തർട്ടൺ, നാസർ ഹുസൈൻ, ഡേവിഡ് ഗവർ, മൈക്കൽ ബ്രിയർലി, ക്ലൈവ് ലോയിഡ്, ജോൺ റൈറ്റ് തുടങ്ങിയവർ ഈ നിവേദനത്തിൽ ഒപ്പിട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ്, ഇത് വല്ലാത്തൊരവസ്ഥയാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇമ്രാനെ പോലെ ഒരു താരത്തെ ട്രീറ്റ് ചെയ്യേണ്ട രീതി, അത് പാകിസ്ഥാൻ അതിർവരമ്പുകൾ ലംഘിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിലാണോ താരം? രഞ്ജിത്ത്, ഇമ്രാൻഖാനെ ഇന്ത്യക്കാർക്ക് ആദ്യം പരിചയമുള്ളത് ഒരിക്കലും പാകിസ്ഥാൻ്റെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ അവിടുത്തെ ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിലല്ല, ഒരു ക്രിക്കറ്റ് താരം എന്നുള്ള നിലയിലാണ് ഇന്ത്യക്കാർക്ക് പരിചയമുള്ളത്. പാകിസ്ഥാനിൽ ഒരുപാട് ഇന്ത്യൻ ക്രിക്കറ്റർമാരെ ആരാധിക്കുന്ന നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ പാകിസ്ഥാനിലുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ക്രിക്കറ്റ് ഫാൻസ് ആയിട്ടുള്ള പലരും പാകിസ്ഥാനിലുള്ള പ്ലെയേഴ്സിനോട് ഇഷ്ടമുള്ളവരുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ പല ആളുകളും ആരാധനയോടെ കണ്ട വ്യക്തിത്വങ്ങളിലൊന്നാണ് ഇമ്രാൻഖാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ പലതിനും ഇന്ത്യക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇന്ത്യക്കാർ എന്നുള്ള നിലയിൽ നമുക്കും വിയോജിപ്പുണ്ട്. എന്നാൽ ഒരു ക്രിക്കറ്റ് താരം എന്നുള്ള നിലയിൽ ലോകമെങ്ങും ബഹുമാനം അർഹിക്കുന്ന താരമാണ് അദ്ദേഹം എന്ന് പറയുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മതവും ജാതിയും രാഷ്ട്രവും എല്ലാം മറന്ന് ഈ അതിർത്തികൾ ഇല്ലാതാകുന്ന, ക്രിക്കറ്റിൻ്റെ ലോകത്ത് അതിർത്തികൾ ഇല്ലാതാകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഓസ്ട്രേലിയൻ മുൻ ക്യാപ്റ്റനായിട്ടുള്ള ഗ്രെഗ് ചാപ്പലിൻ്റെ നേതൃത്വത്തിൽ ഒരു ഭീമൻ കത്ത് അത് പാകിസ്ഥാൻ സർക്കാരിന് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യയിൽ നിന്ന് സുനിൽ ഗവാസ്കറും അതുപോലെ തന്നെ കപിൽ ദേവ് തുടങ്ങിയിട്ടുള്ള താരങ്ങളും ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഇവർക്കെതിരെ എല്ലാം ഇമ്രാൻഖാൻ കളിച്ചിട്ടുണ്ട്. ഇവരെ എല്ലാം പലപ്പോഴും കളിക്കളത്തിൽ വെള്ളം കുടിപ്പിച്ച താരം കൂടിയാണ് ഇമ്രാൻഖാൻ. എന്നാൽ തങ്ങളുടെ മുൻ സഹപ്രവർത്തകനായിട്ടുള്ള കളിക്കാരനായിട്ടുള്ള ഇമ്രാൻഖാന് വേണ്ടി ഇവരെല്ലാവരും
ദേശരാഷ്ട്രങ്ങൾ മറന്ന് മുന്നോട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ പാകിസ്ഥാൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ അവരുടെ പല കാര്യങ്ങളിലുള്ള നിലപാടുകൾ പോലെ ദുരൂഹമായി തന്നെ തുടരുകയാണ്. അവർ പറയുന്നത് ഇസ്ലാമാബാദിൽ ഒരു പുതിയ അത്യാധുനിക സൗകര്യമുള്ള ജയിലിൻ്റെ പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 മാസം കഴിഞ്ഞ് അതിലേക്ക് ഇമ്രാൻഖാനെ ഷിഫ്റ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. എന്നാൽ നിലവിൽ അദ്ദേഹം നേരിടുന്ന അത് പാകിസ്ഥാൻ്റെ സുപ്രീം കോടതി നിയോഗിച്ചിട്ടുള്ള അമിക്കസ് ക്യൂരി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ഇമ്രാൻഖാൻ്റെ നില അതീവ ഗുരുതരമാണ്. വലത് കണ്ണിൻ്റെ കാഴ്ചശക്തി 85% നഷ്ടപ്പെട്ടു എന്ന് അമിക്കസ് ക്യൂരി വരെ സ്ഥിരീകരിക്കുന്നു. അപ്പോൾ സുപ്രീം കോടതിയുടെ നിലപാടിനെ കവച്ചു വെക്കുന്ന രീതിയിലാണ് പാകിസ്ഥാൻ സർക്കാർ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുന്നത്. ആരോഗ്യനില എന്ത് തരത്തിൽ വഷളായാലും കുഴപ്പമില്ല, ഈ ജയിലിൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞ് അങ്ങോട്ട് മാറ്റുക മാത്രമേ നിർവാഹമുള്ളൂ എന്നുള്ള നിലപാട് തന്നെയാണ് പാകിസ്ഥാൻ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഇമ്രാൻഖാൻ്റെ കുടുംബാംഗങ്ങൾ നിരവധി തവണ അദ്ദേഹത്തെ കാണണം എന്നാവശ്യപ്പെട്ട് കത്തുകൾ സമർപ്പിച്ചിരുന്നു. ഇത് പലതും നിഷേധിച്ച് അവസാനം 2 മണിക്കൂർ മാത്രം കൂടിക്കാഴ്ചയ്ക്ക് അനുവദിക്കുകയായിരുന്നു. ഈ ഇമ്രാൻഖാൻ കഴിയുന്ന ജയിലിനെ നരകം എന്നാണ് അദ്ദേഹത്തിൻ്റെ മക്കൾ പോലും, അവിടെ ജയിലിലെത്തി അദ്ദേഹത്തെ സന്ദർശിച്ച മക്കൾ പോലും വിശേഷിപ്പിച്ചത്. അദ്ദേഹം ഇപ്പോൾ നിലവിൽ 2025 വന്ന ഒരു കോടതി വിധി പ്രകാരം 31 വർഷത്തെ കഠിന തടവിനാണ് ഇമ്രാൻഖാൻ ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത്. ഇനി പുതിയൊരു ആരോഗ്യ സംവിധാനം അദ്ദേഹത്തിന് ഉടൻ തന്നെ ലഭ്യമാക്കിയില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ അപകടം സംഭവിക്കുമെന്നാണ് അദ്ദേഹത്തിൻ്റെ സഹോദരിമാർ വ്യക്തമാക്കുന്നത്. പാകിസ്ഥാനിലെ മാധ്യമങ്ങളടക്കം ഇക്കാര്യത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചിട്ടും സർക്കാർ ഇക്കാര്യത്തിൽ പൂർണ്ണമായി മുഖം തിരിക്കുകയാണ്. പാകിസ്ഥാനിലെ താരങ്ങൾ ആരും ഈ കത്തിൽ നിലവിൽ ഈ ഗ്രെഗ് ചാപ്പൽ സമർപ്പിച്ചിട്ടുള്ള കത്തിൽ ഒപ്പിട്ടിട്ടില്ലെങ്കിൽ പോലും അവിടെയുള്ള വസീം അക്രം, അതുപോലെ വഖാൻ യൂനിസ്, ഷാഹിദ് അഫ്രീദി തുടങ്ങിയിട്ടുള്ള മുൻ താരങ്ങൾ സാമൂഹിക മാധ്യമങ്ങൾ വഴി തങ്ങളുടെ ആശങ്ക പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നിലും തന്നെ പാകിസ്ഥാൻ സർക്കാരോ അവിടുത്തെ സൈനിക മേധാവിയോ മറുപടി നൽകിയിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയം. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവച്ചു. മറ്റു വാർത്ത വരുന്നത് പാകിസ്ഥാനോട് ഇന്ത്യയുടെ ജലയുദ്ധം തുടരുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂർ അതിനുശേഷം ആരംഭിച്ച ജലയുദ്ധം അത് തുടരുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് ഇന്ത്യ നേരത്തെ വ്യക്തമാക്കി. സിന്ധു നദീജല വിതരണ കരാറിൽ നിന്ന് ഇന്ത്യ പിൻവാങ്ങിയിരുന്നു. ലോകരാഷ്ട്രങ്ങളോട്, ലോകവേദികളിൽ പാകിസ്ഥാൻ ഇക്കാര്യം ഉന്നയിച്ചു. പക്ഷേ ഇന്ത്യ വളരെ കൃത്യമായ മറുപടി ഇതിന് നൽകി. തങ്ങൾക്ക് പാകിസ്ഥാൻ ഭീകരരെ സഹായിക്കുന്നതിൽ നിന്ന് പൂർണ്ണമായും പിന്മാറുന്നതുവരെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. ഇപ്പോൾ തൊട്ടു പിന്നാലെ ഇന്ത്യ ജമ്മു കാശ്മീരിലെ ചെനാബ് നദിയിൽ വമ്പൻ ജലവൈദ്യുത പദ്ധതി ആവിഷ്കരിച്ചിരുന്നു. അത് പാകിസ്ഥാന് കൂടുതൽ സമ്മർദ്ദമുണ്ടാക്കി. അത് വിശദീകരിക്കണം എന്ന് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇക്കാര്യത്തിലും ഇന്ത്യ മറുപടി നൽകിയില്ല. ഇപ്പോൾ രവി നദിയിലെ വെള്ളം കൂടി തടയാനുള്ള തീരുമാനത്തിലാണ് ഇന്ത്യ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരത്തെ ഇന്ത്യയുടെ ആവശ്യം കഴിഞ്ഞുള്ള അധിക ജലം ഈ നദികളിൽ നിന്നൊക്കെ പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരുന്നു എന്നുള്ളത് പ്രധാനമാണ്. പാകിസ്ഥാനിലെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് നമുക്കറിയാം കാർഷിക വൃത്തി. 85% കാർഷിക മേഖലകളും ഇന്ത്യൻ ജലമാണ് ആശ്രയിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ജമ്മു കാശ്മീർ മന്ത്രി അഹമ്മദ് റാണ ഇക്കാര്യം വ്യക്തമാക്കുകയാണ്. ഇന്ത്യയുടെ തീരുമാനം പ്രഖ്യാപിക്കണം. അദ്ദേഹം പറയുന്നത് ഈ തരത്തിലുള്ള നീക്കങ്ങൾ ഇനിയും ഉണ്ടാകും എന്നുള്ളതാണ്. വേനൽക്കാലത്ത് കത്വ, സാംബ ജില്ലകൾക്ക് വെള്ളം ഉറപ്പാക്കാനാണ് പാകിസ്ഥാനിലേക്ക് ഒഴുക്കിയിരുന്ന അധിക ജലം തടയുന്നത് എന്നാണ്. ഇത് പാകിസ്ഥാന് വലിയ ആഘാതമായി മാറിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ കുഴപ്പത്തിലാണ് ആ രാജ്യം. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ വറ്റി വരളുന്ന തരത്തിലാണ് ഇന്ത്യയുടെ നടപടികൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ER രാഗേഷ് വിവരങ്ങൾ പങ്കുവെക്കും. രാഗേഷ്, രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല ഇന്ത്യയുടെ പ്രഖ്യാപന നയമാണ്. അത് കുറച്ചുകൂടി കടുപ്പിക്കുകയാണ്. കാര്യങ്ങൾ വ്യക്തമാണ്, ഒരു തരത്തിലും വിട്ടുകൊടുക്കില്ല ഇത്തരം കാര്യങ്ങളിൽ എന്നുള്ളത്. രഞ്ജിത്ത്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യ ആദ്യം സ്വീകരിച്ച നടപടി നയതന്ത്ര തലത്തിൽ ചില നീക്കങ്ങൾ പാകിസ്ഥാനെതിരെ ശക്തമാക്കുക എന്നുള്ളതായിരുന്നു. ആദ്യം അട്ടാരി ചെക്ക് പോസ്റ്റ് ഇന്ത്യ അടച്ചു. ഒപ്പം തന്നെ പാക് ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് അതിന് നിരോധനം ഏർപ്പെടുത്തി. ഇതിനു പിന്നാലെ സിന്ധു നദീജല കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നെന്ന പ്രഖ്യാപനം കൂടി നടത്തി. അങ്ങനെ കരാറിൻ്റെ ഭാഗമായി വരുന്ന നദിയാണിപ്പോൾ രവി നദി. നേരത്തെ സിന്ധു ജല നദീ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് പാകിസ്ഥാൻ ലോകവേദികളിലൊക്കെ തന്നെ ഉന്നയിച്ചിരുന്നതാണ്. കാരണം 1960 ഈ കരാർ നിലവിൽ വന്നിരുന്നത്. 6 നദികൾ ഈ കരാറിൻ്റെ ഭാഗമാണ്. അത് പ്രകാരം 3 നദികളിലെ ജലം പൂർണ്ണമായും സ്വാതന്ത്ര്യം ഇന്ത്യക്കും, മറ്റ് 3 നദികളുടെ ജലത്തിൻ്റെ അവകാശം പാകിസ്ഥാനുമാണ്. അപ്പോൾ അതിൽ നിന്ന് ഇന്ത്യ പിന്മാറുന്നെന്ന പ്രഖ്യാപനം പഹൽഗാം ഭീകരാക്രമണത്തിലുള്ള മറുപടി എന്നോണമാണ്
നൽകിയത്. ഏതായാലും ഇപ്പോൾ രവി നദിയുടെ ജലം, അതായത് ഇന്ത്യക്ക് ഇപ്പോൾ ഈ കരാർ പ്രകാരം തന്നെ ഇന്ത്യക്ക് പൂർണ്ണ അവകാശമുള്ള നദിയാണ് രവി നദി. ആ നദിയിലെ ഇന്ത്യയുടെ ഉപയോഗം കഴിഞ്ഞുള്ള അധിക ജലം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനാണ്. പക്ഷേ ഇനി മുതൽ അതുണ്ടാകില്ല എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. കാരണം അവിടെ ഷാപ്പൂർ അണക്കെട്ട് ആ നദിക്ക് കുറുകെ പണിയുന്നുണ്ട്. അതിൻ്റെ നിർമ്മാണം ഏതാണ്ട് ഏപ്രിൽ മെയ് മാസത്തോടു കൂടി പൂർത്തിയാകും. അതിനുശേഷം ജലം പാകിസ്ഥാന് നൽകില്ല എന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ജമ്മു കശ്മീർ മന്ത്രി ആയ ജാവേദ് അഹമ്മദ് റാണ വ്യക്തമാക്കിയിരിക്കുന്നത്. കാരണം നിലവിൽ ആ അധിക ജലം ലഭിക്കുന്നത് പാകിസ്ഥാനാണ്. പ്രത്യേകിച്ച് മെയ് മാസമൊക്കെ തന്നെ ഉത്തരേന്ത്യയിൽ പാകിസ്ഥാനിലൊക്കെ തന്നെ വേനൽക്കാലമാണ്. വെള്ളം വളരെ അത്യാവശ്യമായ സമയം കൂടിയാണ്. ഈ സാഹചര്യത്തിൽ ആ ജലം പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നു പാകിസ്ഥാൻ്റെ കഴിഞ്ഞ നാളുകളൊക്കെ തന്നെ കടന്നുപോയതെങ്കിൽ അതിന് ഇനി മാറ്റം വരികയാണ്. പകരം ആ ജലം ഇനി ഉപയോഗിക്കുക കട്ടുവ സാംബ മേഖലകളിൽ ഉപയോഗപ്പെടുത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒപ്പം പഞ്ചാബിലെ ഏതാണ്ട് 5000-ഓളം ഹെക്ടർ കൃഷിഭൂമിക്കും അതിൻ്റെ ഗുണം ലഭിക്കുമെന്ന് കൂടി ഇപ്പോൾ ജമ്മു കശ്മീർ മന്ത്രിയായ ജാവേദ് അഹമ്മദ് റാണ വ്യക്തമാക്കിയിരിക്കുകയാണ്. തീർച്ചയായും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പാകിസ്ഥാൻ്റെ GDPയുടെ 25% ഏതാണ്ട് കൃഷിയെ ആശ്രയിച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. ആ കൃഷിക്കാകട്ടെ അവർ ഉപയോഗിക്കുന്ന ജലം ഏതാണ്ട് 80% ഇന്ത്യയിൽ നിന്നാണ്. പ്രധാനപ്പെട്ട നഗരങ്ങളിലേക്കൊക്കെ തന്നെ വെള്ളമെത്തുന്നത് ഈ സിന്ധു നദീജല കരാറിലെ വെള്ളമാണ്. അപ്പോൾ സ്വാഭാവികമായും ഈ കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറിയത് തിരിച്ചടിയായിരുന്നു പാകിസ്ഥാൻ. അതിനുശേഷം അവർ വിഷയത്തിൽ വലിയ നിലപാടൊക്കെ സിന്ധു നദീജല കരാർ റദ്ദാക്കുക എന്ന് പറഞ്ഞാൽ അത് യുദ്ധം പോലെ തന്നെയാണെന്ന പ്രഖ്യാപനമൊക്കെ തന്നെ അവർ നടത്തുകയും ചെയ്തത്. ഇപ്പോൾ ഇന്ത്യ രവി നദിയിൽ നിന്നുള്ള കൂടി വെള്ളം നൽകില്ല എന്ന പ്രഖ്യാപനം വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയ തിരിച്ചടിയാകും പാകിസ്ഥാനെ. പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്കൊക്കെ തന്നെ വലിയ തോതിൽ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അതാണ് സാഹചര്യം. നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാന്റെ GDPയിൽ 25% കാർഷിക മേഖലയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വെള്ളമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ ജലയുദ്ധം ആരംഭിച്ചാൽ പാകിസ്ഥാന് മറുപടി ഇല്ലാത്ത വിധത്തിലുള്ള പ്രഹരം നൽകാനാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. 2020 ലോകകപ്പ് ഇപ്പോൾ നടക്കുകയാണ്. ഇന്ന് ഇന്ത്യക്ക് മത്സരമുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ലോകകപ്പ് ഫേവറിറ്റുകളായ ഓസ്ട്രേലിയ ആദ്യ റൗണ്ടിൽ പുറത്തായി എന്നുള്ളതാണ്. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ പരിഹാസമുണ്ട്. കാരണം എന്താണെന്നറിയാമോ, 2023 ഏകദിന ലോകകപ്പ് നേടിയതിന് ശേഷം ട്രോഫിക്ക് മുകളിൽ കാലെടുത്ത് വെച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുന്ന ഒരു ചിത്രം ഓസീസ് ടീമിൻ്റെ ക്യാപ്റ്റൻ അടക്കമാണ് ഈ ചിത്രം പങ്കുവച്ചത്. അത് ഇപ്പോൾ ഓസീസ് ടീമിന് തിരിച്ചടിയായി എന്നുള്ള പരിഹാസമാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. ആ സംഭവത്തിന് ശേഷം 6ാം തവണയാണ് പ്രധാന ICC ടൂർണമെൻറ്റുകളിൽ നിന്ന് പാകിസ്ഥാൻ പുറത്താകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിമർശനമായി ഉയരുന്നത്. നമുക്കറിയാം പാകിസ്ഥാന് ഉണ്ടായ സംഭവം. അടുത്ത നമീബിയക്കെതിരെയുള്ള കളി ജയിച്ചാൽ പോലും പാകിസ്ഥാൻ ഒരു കാരണവശാലും ഇനിയുള്ള റൗണ്ടിലേക്ക് പോകാൻ പറ്റില്ല. കാരണം മഴയൊക്കെയാണ്. ഇന്നലത്തെ മത്സരത്തിലുണ്ടായ മഴയാണ് പാകിസ്ഥാന് വില്ലനായത്. ഓസ്ട്രേലിയയുടെ 2020 നായകനായ മിച്ചൽ മാർഷാണ് 2023 ഏകദിന ലോകകപ്പ് നേടിയ ശേഷം ട്രോഫിക്ക് മുകളിൽ കാൽ കയറ്റി വെച്ച് ചിത്രമെടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്തത്. അന്ന് കിരീടത്തെ അപമാനിച്ചതാണ് ഓസീസിൻ്റെ ഇപ്പോഴത്തെ വീഴ്ചയ്ക്ക് കാരണമെന്നാണ് ഒരു വിഭാഗം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം 2024 നടന്ന 2020 ലോകകപ്പിൽ സെമി കാണാതെ പുറത്താകുന്നു. ഓസീസ് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ നിന്നും ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയോട് തോൽക്കുന്നു. വനിതാ ഏകദിന ലോകകപ്പ് സെമിയിൽ ഇന്ത്യയോട് തോൽക്കുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോഴത്തെ മത്സരത്തിൽ ശ്രീലങ്കയോട് അപ്രതീക്ഷിതമായ തോൽവി. ശ്രീലങ്കയോട് മാത്രമല്ല സിംബാബ്വേയോടും തോൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതോടെയാണ് ഈ ഓസീസിന് ഇത്തരത്തിൽ വലിയ വിമർശനം ഉയരുകയും മറ്റും ചെയ്യുന്നത്. ഈ ട്രോഫിയിൽ കാലുയർത്തി വെച്ചതിൻ്റെ ശാപമാണ് ഇപ്പോൾ ഓസീസ് ടീമിനെ ബാധിച്ചിരിക്കുന്നത് എന്നാണ് രസകരമായ തരത്തിലുള്ള ചില കമൻറ്റുകളും മറ്റും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം സമഗ്രമായ മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. മറ്റു വാർത്തയിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ദുരന്തറിൻ്റെ ആദ്യ സിനിമ അത് വൻ ഹിറ്റായിരുന്നു. ഇന്ത്യയിൽ മാത്രമല്ല ലോകരാജ്യങ്ങളെമ്പാടും സ്വീകരിച്ച ഒരു സിനിമയാണ് ദുരന്തർ. പാകിസ്ഥാനിൽ പോലും ഒരു പാക് വിരുദ്ധ സിനിമയായിട്ട് പാകിസ്ഥാനിൽ പോലും വലിയ സ്വീകരണം ആ പടത്തിന് ലഭിച്ചു എന്നുള്ളതാണ്. അതിൻ്റെ വ്യാജ സീഡികളൊക്കെ ലക്ഷക്കണക്കിനാണ് പാകിസ്ഥാനിൽ വിറ്റഴിഞ്ഞത് എന്നാണ് വന്ന വാർത്ത. ഈ 1400 കോടിയോളം രൂപ ലോകത്തെമ്പാടും കളക്ട് ചെയ്ത ഒരു സിനിമ കൂടിയാണ് ദുരന്തർ എന്നത് ഓർക്കണം. ഇപ്പോൾ വരുന്നൊരു വാർത്തകളിലൊന്ന് സംവിധായകൻ ആദിത്യ ധറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസായ B62 സ്റ്റുഡിയോസിനെ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ്. ഇതിന് പിന്നാലെ ഈ ദുരന്തർ 2 എന്ന പടത്തിൻ്റെ റിലീസ് വൈകുമോ എന്ന ആശങ്ക ആരാധകർ പങ്കുവെക്കുന്നുണ്ട്.
ഈ സെറ്റിൽ തുടർച്ചയായ നിയമലംഘനങ്ങൾ നടന്നതിനെ തുടർന്നാണ് BMC ഇതുമായി ബന്ധപ്പെട്ട കരിമ്പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ തൊഴിലാളികളുടെ ജീവനും സുരക്ഷയ്ക്കും മറ്റും പ്രാധാന്യം നൽകണമെന്നുള്ള നിബന്ധനയുണ്ട് ഇത്തരം സെറ്റുകളിൽ. അതായത് കരിമരുന്നുകൾ, അതിൻ്റെയൊക്കെ ഒറിജിനൽ രൂപങ്ങൾ, പടക്കങ്ങളൊന്നും അത്തരത്തിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആവശ്യം. പക്ഷേ ഈ മുംബൈയിൽ ഫെബ്രുവരി 14 മുംബൈയിലെ ഹെറിറ്റേജ് ഏരിയയായ ഫോർട്ടിൽ നടന്ന ചിത്രീകരണത്തിനിടെ വിവാദമായ സംഭവങ്ങൾ ഉണ്ടാവുകയായിരുന്നു. തീപിടുത്തത്തിന് സാധ്യതയുള്ള ദൃശ്യങ്ങൾ VFX വഴി മാത്രമേ നിർമ്മിക്കാവൂ എന്ന് രേഖാമൂലം ഉറപ്പ് നൽകിയ ശേഷം തീപ്പന്തങ്ങളും മറ്റ് കത്തുന്ന വസ്തുക്കളും ഉപയോഗിച്ചതായി BMC, അതായത് ബ്രഹൻ മുംബൈ കോർപ്പറേഷൻ കണ്ടെത്തുകയാണ്. തുടർന്നാണ് ഈ കമ്പനിയെ കരിമ്പട്ടികയിൽ പെടുത്തുകയും മറ്റും ചെയ്തത്. അത് സിനിമയുടെ റിലീസിന് വിഘാതമാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പാർവതി ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. പാർവതി, നമുക്കറിയാം ദുരന്തർ എന്നുള്ള സിനിമ ആരാധകർ, പ്രേക്ഷക ലക്ഷങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ്. അത് ദുരന്തർ 1-നേക്കാളും വലിയ ആകാംക്ഷകൾ ബാക്കി വെച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെയാണ് ഇപ്പോൾ ഇത്തരം ചില വാർത്തകൾ വരുന്നത്. റിലീസ് വൈകാനിടയുണ്ടോ? രഞ്ജിത്ത്, സംവിധായകൻ ആദിത്യധറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസാണ് B62 സ്റ്റുഡിയോസ്. കമ്പനിയെ ഇപ്പോൾ കരിമ്പട്ടികയിൽപ്പെടുത്തിയതാണ് ആശങ്കയ്ക്ക് കാരണം. ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തിയത്. തീപിടുത്തത്തിന് സാധ്യതയുള്ള ദൃശ്യങ്ങൾ VFX വഴി നിർമ്മിക്കുമെന്ന് രേഖാമൂലം ഉറപ്പു നൽകിയ ശേഷം ഇത് മാറ്റി സെറ്റിൽ തീപ്പന്തങ്ങളും മറ്റ് കത്തുന്ന വസ്തുക്കളും ഉപയോഗിച്ചതായി കണ്ടെത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് നടപടി. ഒപ്പം തന്നെ അനുമതിയില്ലാതെ കെട്ടിടത്തിന് മുകളിൽ ഷൂട്ടിംഗ് നടത്തിയതായും ജനറേറ്റർ വാനുകൾ അനധികൃതമായി ഉപയോഗിച്ചുവെന്നും കണ്ടെത്തി. നിർമ്മാതാക്കൾക്ക് ഈ സംഭവത്തിന് മേൽ പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. അനുമതിയില്ലാതെ ഇത്തരം കാര്യങ്ങൾ ചെയ്തതാണ് ഇപ്പോൾ വിനയായത്. ഇതിനു പിന്നാലെ ദുരന്തർ 2 സെറ്റിൽ തുടർച്ചയായ നിയമലംഘനങ്ങൾ നടന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ദുരന്തർ 2 സെറ്റിൽ ഈ പ്രശ്നങ്ങളിൽ ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷനും വിമർശനവുമായി രംഗത്ത് വന്നിരുന്നു. തൊഴിലാളികളുടെ ജീവനും സുരക്ഷയും പണയപ്പെടുത്തിക്കൊണ്ടുള്ള വീഴ്ചകൾ അംഗീകരിക്കാനാകില്ലെന്നാണ് ഓൾ ഇന്ത്യ സിനി വർക്കേഴ്സ് അസോസിയേഷന്റെ നിലപാട്. നിയമങ്ങൾ ലംഘിക്കുന്ന നിർമ്മാണ കമ്പനികൾക്കെതിരെ കർശന നടപടി വേണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ഫെബ്രുവരി 14 മുംബൈയിലെ ഹെറിറ്റേജ് ഏരിയയായ ഫോർട്ടിൽ നടന്ന ചിത്രീകരണത്തിനിടെ ഇത്തരം വിവാദമായ സംഭവങ്ങൾ ഉണ്ടായത്. തൊഴിലാളികളുടെ ജീവൻ വെച്ച് കളിക്കുന്നവർ ഇതിന് ഉത്തരം പറയണമെന്നും ഉത്തരവാദികൾക്കെതിരെ മാതൃകാപരമായ നടപടി എടുക്കണമെന്നുമാണ് സിനി വർക്കേഴ്സ് അസോസിയേഷന്റെ ആവശ്യം. പ്രശ്നങ്ങൾക്കിടെ ഷൂട്ടിംഗ് പൂർത്തിയാക്കി അടുത്ത മാസം ദുരന്തർ 2 തിയേറ്ററിൽ എത്തുമോ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ. അതാണ് സാഹചര്യം. ഏതായാലും ദുരന്തർ 2 തിയേറ്ററിൽ എത്തുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. അത് വന്നില്ലെങ്കിൽ പ്രേക്ഷകർക്ക് വലിയ നിരാശയാകും. അത്രത്തോളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. ഇതിനിടയിലാണ് ഈ പ്രൊഡക്ഷൻ ഹൗസിനെ, ആദിത്യധറിൻ്റെ പ്രൊഡക്ഷൻ ഹൗസിനെ കരിമ്പട്ടികയിൽപ്പെടുത്തിയ പശ്ചാത്തലം വന്നിരിക്കുന്നത്. ആ പ്രൊഡക്ഷൻ ഹൗസ് കരിമ്പട്ടികയിൽ വന്ന റിലീസ് അടക്കമുള്ള കാര്യങ്ങൾക്ക് ഒരു അനിശ്ചിതത്വം ഉണ്ടാകുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പക്ഷേ ഇത് ഒക്കെ അതിജീവിച്ച് സിനിമ പ്രേക്ഷകരിലേക്ക് എത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അസാമിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും മുതിർന്ന നേതാവ് ഭൂപൻ ബോറ, അദ്ദേഹം കഴിഞ്ഞ 2-3 ദിവസമായി ചില ആകാംക്ഷകൾക്ക് പാർട്ടിയിൽ ഇടവെടുത്തിയിരിക്കുകയാണ്. BJPയിൽ പോയി ചേരുന്നു, പിന്നീട് തിരിച്ചു വരുന്നു, 1 മണിക്കൂറിനകം തിരിച്ചു വരുന്നു, വീണ്ടും BJPയിലേക്ക് പോകും എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. ഫെബ്രുവരി 22 അദ്ദേഹം BJPയിൽ ചേരുമെന്നാണ് ഇപ്പോൾ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയൊക്കെ വലിയ ചർച്ചകൾ ഇയാളുമായി ബന്ധപ്പെട്ട് നടത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ഭൂപനുമായി ബന്ധപ്പെട്ട് നടത്തി, പക്ഷേ അതൊന്നും ഫലം കണ്ടില്ല. ഭൂപന് ഒരുപക്ഷെ നേരിട്ട് ഫോണിൽ സംസാരിക്കുന്നതിനേക്കാളൊക്കെ വലിയ പ്രശ്നങ്ങൾ ഭൂപൻ ഉണ്ടായിരുന്നു. അതൊക്കെ പരിഹരിക്കാൻ ദീർഘകാലമായി കോൺഗ്രസിന് സാധിച്ചില്ല എന്നുള്ളതാണ് ഭൂപനെ സംബന്ധിച്ചിടത്തോളം ഏറെ അസംതൃപ്തി ഉണ്ടാക്കിയത്. ഹിമന്ത ബിശ്വാസ് പറയുന്നത് താൻ പാർട്ടിയിൽ അഭിമുഖീകരിച്ച പ്രശ്നങ്ങളുണ്ടല്ലോ, സമാനമായ പ്രശ്നങ്ങളാണ് ഭൂപനും ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ അത് പരിഹരിക്കാൻ ശ്രമം നടത്തി, അത് വിജയം കണ്ടില്ല. ഈ ഭൂപൻ്റെ BJPയിലേക്കുള്ള പോക്ക് അസമിലെ കോൺഗ്രസിൻ്റെ അടിവേരിളക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഭൂപൻ മാത്രമായിരിക്കില്ല ഒരുപക്ഷേ BJPയിലേക്ക് ചേരുക. നിരവധി ജില്ലാ പ്രസിഡന്റുമാരും നേതാക്കന്മാരിൽ ഒരു വലിയ വിഭാഗവും BJPയിലേക്ക് പോകും എന്നുള്ള ആകാംക്ഷയും അഭ്യൂഹങ്ങളുമൊക്കെ നിലനിൽക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. രാകേഷ് ചേരുകയാണ് വിവരങ്ങളുമായി. രാകേഷ്, ചെറിയ മീനല്ല ഭൂപൻ ബോറ. വർഷങ്ങളായി പാർട്ടിയെ സേവിക്കുന്ന സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഒരാൾ കൂടിയാണ്. രാഹുൽ ഗാന്ധിയിൽ അവിശ്വാസം അർപ്പിച്ചുകൊണ്ട്, നേതൃത്വത്തിൽ അവിശ്വാസം അർപ്പിച്ചുകൊണ്ട് പാർട്ടി വിട്ട് BJPയിലേക്ക് പോവുകയാണ്. BJPക്ക് വലിയ നേട്ടമാണ് അസമിൽ സംഭവിക്കാൻ പോകുന്നത്.
രഞ്ജിത്ത്, ഭൂപേൻ ബോറ ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അസമിൽ നിന്ന് കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് പോകുന്ന നേതാവാണ്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് അടുത്തോടെ കൂടുമാറ്റം വീണ്ടും സജീവമായി എന്ന് തന്നെ പറയാം. കാരണം 8-ാം തീയതിയാണ് അദ്ദേഹം രാജി പ്രഖ്യാപിച്ചത്. പക്ഷേ കഴിഞ്ഞ ദിവസം വലിയ നാടകീയ രംഗങ്ങൾ അദ്ദേഹത്തിൻ്റെ വസതിയിലുണ്ടായി. അതായത് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ഭൂപേൻ ബോറയെ കാണാനും അന്വയിപ്പിക്കാനും എത്തി. കാരണം അദ്ദേഹം അതിനു മുമ്പ് 8-ാം തീയതി രാജിവെച്ചിരുന്നു. നേതാക്കളൊക്കെ ഒന്നടങ്കം ഏതാണ്ട് AICC-യുടെ ജനറൽ സെക്രട്ടറിയും ഒപ്പം തന്നെ അസമിൻ്റെ ചുമതലയുള്ള ജിതേന്ദ്ര സിംഗ്, പ്രതിപക്ഷ നേതാവ്, സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കൾ, AICC അംഗങ്ങളൊക്കെ തന്നെ ഭൂപേൻ ബോറയെ കണ്ടു. ഇതിനിടയിൽ ജിതേന്ദ്ര സിംഗിൻ്റെ ഫോണിൽ നിന്ന് രാഹുൽ ഗാന്ധിയുമായി അദ്ദേഹം ഭൂപേൻ ബോറ സംസാരിച്ചു. അതിനുശേഷം ജിതേന്ദ്ര സിംഗ് പറഞ്ഞത് അദ്ദേഹം എവിടെയും പോകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല രാജി ഞങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം ഇന്നലെ മുഖ്യമന്ത്രി BJP നേതാവ് മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കൊപ്പം മാധ്യമങ്ങളെ കാണുകയാണ് ഉണ്ടായത്. ഹിമന്ത ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് 22-ാം തീയതി ഭൂപേൻ ബോറ BJP-യുടെ ഭാഗമാകുമെന്നാണ്. ഭൂപേൻ മാത്രമല്ല, നിരവധി നേതാക്കൾ പാർട്ടിയിൽ ചേരുമെന്ന പ്രഖ്യാപനം കൂടി നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഹിമന്ത തനിക്കുണ്ടായ അനുഭവം തന്നെയാണ് ഇപ്പോൾ ഭൂപേനും ഉണ്ടായിട്ടുള്ളത് എന്ന് വിശദീകരിക്കുകയും ചെയ്തു. അതായത് ഭൂപേൻ ബോറ നേരത്തെ 2021 മുതൽ 24 വരെയാണ് PCC അധ്യക്ഷനായിരുന്നത്. അതിനുശേഷം അദ്ദേഹം മാറി, പകരം ഗൗരവ് ഗൊഗോയ് ആ സ്ഥാനത്തെത്തി. അതിനുശേഷം ഇപ്പോൾ പ്രചാരണ സമിതിയുടെ ചെയർമാനാണെങ്കിൽ പോലും പാർട്ടിയിൽ ഒതുക്കപ്പെടുന്നു. താൻ അറിയാതെയാണ് എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നത് എന്നൊരു വിമർശനം ഭൂപേൻ ബോറയ്ക്ക് ഉണ്ടായിരുന്നു. സമാനമായ അനുഭവം തനിക്ക് ഉണ്ടായതാണ് എന്നാണ് ഇപ്പോൾ ഹിമന്ത പറഞ്ഞിരിക്കുന്നത്. കാരണം ഹിമന്ത വ്യക്തമാക്കിയ കാര്യം, ഞങ്ങൾ ഒരുമിച്ച് ഏതാണ്ട് 2 പതിറ്റാണ്ടിലധികം കാലം പ്രവർത്തിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ അതല്ല സാഹചര്യം. കുടുംബാധിപത്യം നടക്കുന്നു, ഗൗരവ് ഗൊഗോയ് ഒറ്റയ്ക്ക് തീരുമാനമെടുക്കുന്നത് അടക്കമുള്ള വിമർശനങ്ങൾ ഹിമന്തയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ 2015-ലാണ് ഹിമന്ത കോൺഗ്രസ് വിടുന്നത്. നേരത്തെ അദ്ദേഹം കോൺഗ്രസ് സർക്കാരുകളിൽ മന്ത്രിയായിരുന്നു. പിന്നീട് രാഹുൽ ഗാന്ധിയുമൊക്കെയായി കൂടിക്കാഴ്ചയ്ക്ക് ശ്രമിച്ചെങ്കിൽ പോലും രാഹുൽ ഗാന്ധി ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി നൽകിയില്ല. പിന്നീട് അദ്ദേഹം BJP-യിൽ ചേരുകയും മുഖ്യമന്ത്രിയുമാവുകയാണ് ചെയ്തത്. അന്നും അദ്ദേഹത്തിനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഗൗരവ് ഗൊഗോയെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള വാദമാണ് അന്നും അദ്ദേഹം ഉന്നയിച്ചിരുന്നത്. സമാനമായ രീതിയിൽ പാർട്ടിയിൽ ഇപ്പോൾ ഭൂപേൻ ബോറയും ഒതുക്കപ്പെടുന്നു എന്നാണ് ഇപ്പോൾ ഹിമന്ത അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രചാരണ സമിതിയുടെ ചെയർമാൻ തന്നെ പാർട്ടി വിട്ടുപോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞൊരു 10 വർഷം, പ്രത്യേകിച്ച് 2014-ലാണ് അസമിൽ അവിടെ BJP-ക്ക് ആദ്യമായി സർക്കാർ ഉണ്ടാകുന്നത്. അതിനുശേഷം നോക്കുകയാണെങ്കിൽ നിരവധി നേതാക്കൾ പോയിട്ടുണ്ട്. ഹിമന്ത പോയതിന് പിന്നാലെ ഏതാണ്ട് 10-15 MLA-മാർ കോൺഗ്രസ് വിട്ട് BJP-യിൽ ചേർന്നു. 2022 ആണ് മുൻ PCC അധ്യക്ഷനായ റിപ്പൺ ബോറ രാജിവെച്ച് BJP-യിൽ പോകുന്നത്. ഇപ്പോൾ മറ്റൊരു മുൻ PCC അധ്യക്ഷൻ കൂടിയായ ഭൂപേൻ ബോറ കൂടി പോവുകയാണ്. തീർച്ചയായും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സഖ്യ ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കെ കോൺഗ്രസിൻ്റെ പ്രതീക്ഷകൾ തെറ്റിക്കുന്നതാണ് ഇപ്പോൾ ഭൂപേൻ ബോറ കൂടി പടിയിറങ്ങുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെ നിരവധി നേതാക്കളെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ BJP-യും ഊർജിതമായി തന്നെ ഇപ്പോൾ തുടരുകയാണ്. രഞ്ജിത്ത്. ശരി രാകേഷ്, നമുക്കറിയാം ഹിമന്ത ബിശ്വാസ് എന്ന കോൺഗ്രസിൻ്റെ കരുത്തൻ പാർട്ടി വിട്ട് BJP-ക്ക് പോയപ്പോൾ അത് രാഹുൽ ഗാന്ധിയിൽ അവിശ്വാസം പ്രകടിപ്പിച്ചാണ്. രാഹുൽ കൂടിക്കാഴ്ചയ്ക്കൊന്നും സമയം നൽകിയില്ല എന്നായിരുന്നു ആക്ഷേപം. അത് കോൺഗ്രസിനുണ്ടാക്കിയ തട്ടുകേട് അസമിൽ ചെറുതല്ല. അധികാരം നഷ്ടപ്പെടുന്നു. ഹിമന്ത് അവിടെ അസമിൽ BJP-യുടെ മുഖമാകുന്നു, മുഖ്യമന്ത്രിയാകുന്നു. BJP-യുടെ ദേശീയ തലത്തിലുള്ള പല തന്ത്രങ്ങൾക്ക് രൂപം കൊടുക്കുന്ന ഒരു നേതാവായി മാറുന്ന പശ്ചാത്തലം കൂടി ഉയരുകയാണ്. അതിന് പിന്നാലെയാണ് ഭൂപൻ ബോറ എന്ന അധ്യക്ഷനായിരുന്ന ആൾ പാർട്ടി വിടാൻ ഒരുങ്ങുന്നത്. അതൊന്നും തടഞ്ഞു നിർത്താൻ ആ പാർട്ടിക്ക് ആവുന്നില്ല. ഹൈക്കമാൻഡ് എന്ന സംവിധാനമൊക്കെ ഉണ്ടായിട്ട് പോലും അവർക്കൊന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം. അസമിലും ആ പാർട്ടി വലിയ പരീക്ഷണങ്ങൾ നേരിടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമർഹിക്കുന്ന ഒന്ന്. മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് തന്ത്രിക്കും ഭാര്യയ്ക്കും കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ ഉണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം SIT കോടതിയെ ധരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തന്ത്രിയുടെ പേരിൽ 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇന്ന് തന്ത്രിയുടെ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അവിടെയാണ് തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ് ദുരൂഹമായതിനാൽ അന്വേഷണം വേണം എന്ന ആവശ്യം SIT കോടതിയിൽ ഉന്നയിക്കുന്നത്. കൂടുതലായ അന്വേഷണം വേണം. അതനുസരിച്ച് ഇപ്പോൾ ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കും എന്നാണ് കോടതിയെ ധരിപ്പിക്കുന്നത്. അതായത് 2,05 ലക്ഷം രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ, നേരത്തെ 2 കോടി രൂപ തിരുവല്ലയിലെ ഒരു സ്ഥാപനത്തിൽ ഉണ്ടായിരുന്ന വാർത്തകൾ പുറത്തു വരികയും അവർ നിഷേധിക്കുകയും മറ്റും ചെയ്തതാണ്. ഇതിപ്പോൾ മറ്റൊരു സ്ഥാപനത്തിലാണ് തന്ത്രി തൻ്റെ പണം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് SIT കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ തന്ത്രിയുടെ ജാമ്യ ഹർജി കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ
ഇത്തരം SITയുടെ ഈ കണ്ടെത്തലുകൾ തെളിവുകൾ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന് പറയുന്നത് ദേവസ്വം ബോർഡിൽ തന്ത്രി 7.5 ലക്ഷം രൂപ കൈപ്പറ്റി എന്നുമുള്ള വിവരം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പ്രോസിക്യൂഷൻ വാദങ്ങളെ പ്രതിഭാഗം പൂർണ്ണമായും എതിർത്തു എങ്കിൽ പോലും ഈ വാദങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ സ്വാഭാവികമായും തന്ത്രിയുടെ ജാമ്യത്തിൽ നിർണായകമാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നത് വിനീഷ് വിവരങ്ങൾ പങ്കുവെക്കും. വിനീഷ്, തന്ത്രിക്ക് നിർണായകമാണ്, ദിവസങ്ങളായി ജയിലിലും ആശുപത്രിയിലും മറ്റുമാണ്. എന്താണ് കരുതേണ്ടത്? എന്തായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം? തീർച്ചയായും രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ തന്ത്രിക്ക് കണക്കിൽപ്പെടാത്ത സ്വത്തുവകകളാണ് SIT കണ്ടെത്തിയത്. അതിന്റെ റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 2 കേസുകളിലാണ് തന്ത്രി പ്രതിയായിരിക്കുന്നത്. കട്ടളപ്പാളി കേസിലും ദ്വാരപാലക ശില്പ കേസിലുമാണ് പ്രതിയായിരിക്കുന്നത്. ഈ 2 കേസിലുമാണ് തന്ത്രി ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുള്ള വാദം കൊല്ലം വിജിലൻസ് കോടതിയിൽ പൂർത്തിയാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇന്ന് ജാമ്യാപേക്ഷയിന്മേലുള്ള വിധി പറയാനായി കോടതി മാറ്റിയ സാഹചര്യമാണുള്ളത്. ഇതിൽ പൂർണ്ണമായും പറയുന്നത് ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ ഭരണപരമായ കാര്യങ്ങളിൽ തന്ത്രിക്ക് ഇടപെടാൻ കഴിയില്ല എന്നായിരുന്നു പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. പ്രമുഖ അഭിഭാഷകനായ B രാമൻപിള്ളയാണ് തന്ത്രിക്ക് വേണ്ടി കോടതി ഹാജരായത്. അത് ഓൺലൈൻ മുഖേനയായിരുന്നു വാദപ്രതിവാദങ്ങളെല്ലാം നടന്നത്. അതേസമയം തന്ത്രിയുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുത്ത ബന്ധം ആണ് ഉള്ളതെന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. അതിന്റെ രേഖകൾ കൃത്യമായി കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ SITയുടെ റിപ്പോർട്ടിൽ മുൻനിർത്തി തന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും സാമ്പത്തിക ഇടപാടുകൾ അടക്കം കോടതിക്ക് മുൻപാകെ നിരത്തി. അതിൽ തന്ത്രിയുടെ കുടുംബാംഗങ്ങളുടെ സ്വത്ത് വിവരങ്ങളടക്കം കണക്കിൽപ്പെടാത്ത രേഖകളടക്കം SIT കണ്ടെത്തിയതായിട്ടാണ് കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. തന്ത്രിയുടെയും ഭാര്യയുടെയും പേരിൽ വൻ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇതും കോടതി കൃത്യമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമാണെങ്കിൽ ഈ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി നിൽക്കേണ്ടതില്ലല്ലോ എന്നായിരുന്നു പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിച്ചത്. അങ്ങനെ ഇരുവാദങ്ങളും കേട്ട കോടതി ഇന്ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു. ഒരുപക്ഷെ വിജിലൻസ് കോടതി ജാമ്യ ഹർജി തള്ളുകയാണെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള ചില നീക്കങ്ങളും നടക്കുന്നുണ്ട്. രഞ്ജിത്തെ. ശരി വിനീഷ്, ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്തും. കേരളത്തിൽ US-ഉമായുള്ള ആണവ ചർച്ചയ്ക്കിടെ അപ്രതീക്ഷിത മിസൈൽ വർഷവുമായി ഇറാൻ. സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്കിന്റെ ചില ഭാഗങ്ങൾ മണിക്കൂറുകളോളം അടച്ചിട്ടു എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് മറുപടിയായി ആയിരുന്നു നീക്കമെന്നാണ് സൂചന. ലോകത്തെ ഏറ്റവും ശക്തമായ സൈന്യത്തിന് കിട്ടുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചു വരാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാമെന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ മുന്നറിയിപ്പ്. ഇതിനിടെ ജനീവയിൽ നടന്ന ആണവ ചർച്ചകൾ ക്രിയാത്മകമായിരുന്നുവെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ജി വ്യക്തമാക്കി. അജയ് സുധാ ബിജു ചേരുന്നുണ്ട്. അജയ്, ഇത് അസാധാരണമായ സംഭവവികാസങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യം, മറുവശത്ത് ഇരുവശത്തു നിന്നും ആക്രമണങ്ങൾ അല്ലെങ്കിൽ പ്രകോപനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന പശ്ചാത്തലം. ഇതെങ്ങനെ കാണണം? ഏതെങ്കിലും തരത്തിൽ ഒരു സമാധാനത്തിന് സാധ്യതയുണ്ടോ, അതോ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ? രഞ്ജിത്ത്, അവിടെ കല്യാണം ഇവിടെ പാലുകാച്ച് എന്ന് പറയുന്നത് പോലെയാണ് ഇറാൻ്റെയും അമേരിക്കയുടെയും പല സമയത്തുള്ള ഒരു സ്ഥിതിഗതികൾ. ഒരേ സമയം തന്നെ ആണവ ചർച്ചകൾ, സമാധാന നീക്കം എന്നുള്ള രീതിയിൽ ചർച്ചകൾ നടക്കുമ്പോഴും മറ്റൊരു തലത്ത് ആക്രമണ ഭീതിയും അതുപോലെ തന്നെ ഭീഷണികളും എല്ലാമായി അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. US-ന്റെ ഭാഗത്തു നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള പ്രതിനിധികളെ അയച്ചുകൊണ്ട് അവർ ചർച്ചയ്ക്ക് തയ്യാറാകുന്നു. നയതന്ത്രപരമായി കരങ്ങൾ നീട്ടുന്നു. ഒമാന്റെ മധ്യസ്ഥത അംഗീകരിക്കുന്നു. ജനീവയിൽ വെച്ചും അതുപോലെ തന്നെ മറ്റ് എവിടെ വെച്ചുമുള്ള ചർച്ചകൾക്ക് അവർ നീക്കം നടത്തുന്നു. എന്നാൽ ട്രംപ് US-ൽ ഇരുന്നു കൊണ്ട് നിരന്തരമായി ഇറാനെതിരെ ഭീഷണി സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് വന്ന വളരെ പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസ്താവനയായിരുന്നു ഇറാന്റെ ഈ 2ാം ഘട്ട ചർച്ചകൾ കഴിഞ്ഞ ദിവസം നടന്ന ഈ 2ാം ഘട്ട ചർച്ച, ആണവ ചർച്ച പരാജയപ്പെട്ടാൽ ഇറാനിലുള്ള ആണവ കേന്ദ്രങ്ങൾ, തങ്ങളുടെ
തങ്ങളുടെ B-20 ബോംബറുകൾ ഉപയോഗിച്ച് നശിപ്പിക്കും എന്ന് ട്രംപ് പറഞ്ഞിരുന്നു. ട്രംപിന്റെ ഈ പ്രസ്താവന കഴിഞ്ഞ് ഈ രണ്ടാം ഘട്ട ചർച്ചകൾ തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഒരു വലിയ ഭീഷണി ഉണ്ടായിരിക്കുന്നത്. അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രകോപന സന്ദേശം തന്നെയായിരുന്നു അമേരിക്കയ്ക്ക്. ഹോർമുസ് കടലിടുക്കിലേക്ക് വലിയൊരു സൈനികാഭ്യാസം നടത്തിയായിരുന്നു അവരുടെ ഈ മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. ഇതിന് പിന്നാലെ ഇറാന്റെ പരമോന്നത നേതാവായിട്ടുള്ള അയത്തുള്ള അലി ഖമനയുടെ ഒരു സന്ദേശം കൂടി പുറത്തു വന്നു. അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സേനയ്ക്ക് നൽകുന്ന അടി ചിലപ്പോൾ അവരെ തിരിച്ചെഴുന്നേൽക്കാൻ സാധിക്കാത്ത വിധം തളർത്തിയേക്കാം എന്നായിരുന്നു ഖമനയുടെ പ്രസ്താവന. എന്തായാലും ഹോർമുസ് കടലിടുക്കിലേക്ക് നടത്തിയ ഈ സൈനിക അഭ്യാസത്തെ തുടർന്ന് ഈ കടലിടുക്ക് ഏതാനും മണിക്കൂറുകൾ അടച്ചിടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% നടക്കുന്ന ഒരു കടലിടുക്കാണ്. ഇവിടെയാണ് ഇറാൻ ഇത്തരം ഒരു സൈനികാഭ്യാസം നടത്തി US-നെ ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് നിങ്ങളെ അടിക്കാനും സാധിക്കും, നിങ്ങളുടെ എണ്ണ കൂടി മുട്ടിക്കാനും സാധിക്കും എന്നുള്ളൊരു ശക്തമായിട്ടുള്ളൊരു നിലപാട് തന്നെയാണ് ഇറാന്റെ ഭാഗത്തു നിന്ന് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മറുഭാഗത്ത് ചർച്ചകളിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ജനീവയിൽ നടന്ന ചർച്ചകൾ ക്രിയാത്മകമായിരുന്നു എന്നാണ് ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി വ്യക്തമാക്കുന്നത്. അദ്ദേഹം പറയുന്നത് ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകൾ നടന്നു, പൊതുവായിട്ടുള്ള ചില തത്വങ്ങളിൽ ധാരണയായിട്ടുണ്ട്, എന്നാൽ പെട്ടെന്നൊരു കരാറിൽ ഒപ്പിടാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം എടുത്തു സൂചിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലാണ് ഈ രണ്ടാം ഘട്ട ചർച്ചകൾ പുരോഗമിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ട ചർച്ചകൾ വീണ്ടും ഉണ്ടാകും എന്ന് മധ്യസ്ഥത വഹിച്ച ഒമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത ഘട്ട ചർച്ചകൾ എവിടെയാകും എന്ന് നിലവിൽ തീരുമാനിച്ചിട്ടില്ല. ഉടൻ അക്കാര്യങ്ങളിൽ ധാരണയാകും എന്നാണ് കരുതുന്നത്. എന്തായാലും ഈ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ഈ പ്രകോപനത്തിന് US-ന്റെ ഭാഗത്തു നിന്നുള്ള മറുപടിയൊന്നും വന്നിട്ടില്ല. എന്തായാലും അവരുടെ മറുപടി ഇനി വാക്കുകളിലൂടെ ആകുമോ അല്ലെങ്കിൽ മറ്റൊരു യുദ്ധവിമാനം കൂടി ഇറാന്റെ തീരത്ത് നങ്കൂരം ഇടിപ്പിച്ചുകൊണ്ടാകുമോ എന്നുള്ളതെല്ലാം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണണം. ശരി അജയ്. ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ മഞ്ഞുരുകുന്നു. വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തിയ താരിഖ് റഹ്മാനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. ധാക്കയിൽ നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിന് പിന്നാലെയാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ക്ഷണക്കത്ത് കൈമാറിയത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, ഒരു മഞ്ഞുരുക്കത്തിന്റെ സൂചന തന്നെയാണോ ഇത്? ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം അത് അടുത്ത കുറച്ച് കാലങ്ങളായി ഒരു മോശ സ്ഥിതിയിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. ചരിത്രപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പല സമയത്ത് പല കാര്യങ്ങളിൽ സഹായിച്ച് പരസ്പരം സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയായിരുന്നു. എന്നാൽ അടുത്തിടെ അവിടെ ദീർഘകാലം അധികാരത്തിലിരുന്ന ഷെയ്ഖ് ഹസീനെ പുറത്താക്കിയതിലൂടെ അവിടെ നടന്ന ഒരു വലിയ ജനകീയ വിപ്ലവം, അതിനുശേഷമാണ് കടുത്ത രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ ബംഗ്ലാദേശിൽ ഉടലെടുത്ത് വരാൻ തുടങ്ങിയത്. അവിടെ പുതുതായി രൂപം കൊണ്ട വിദ്യാർത്ഥി പാർട്ടിയായിട്ടുള്ള നാഷണൽ സിറ്റിസൺ പാർട്ടി ആണെങ്കിലും അതുപോലെ തീവ്ര മതനിലപാടുകൾ സ്വീകരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുമാണെങ്കിലും ഇത്തരം ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾക്ക് നേതൃത്വം നൽകിയിരുന്നു. മാത്രമല്ല അവിടെയുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങളായിട്ടുള്ള ഹിന്ദുക്കൾക്ക് നേരെ കടുത്ത ആക്രമണങ്ങൾ നടത്തുന്നു, അവരിൽ പലരും കൊല്ലപ്പെടുന്നു. ഇന്ത്യയിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു രാഷ്ട്രീയ അഭയം കൊടുത്തതിൽ തന്നെ ബംഗ്ലാദേശിൽ കടുത്ത അതൃപ്തി ഉണ്ടാകുന്നു. ഇന്ത്യക്കെതിരെ പരസ്യ പ്രസ്താവനകളുമായി അവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക സുരക്ഷ ബംഗ്ലാദേശിൽ ഏർപ്പെടുത്തി അവരുടെയുള്ള കുടുംബാംഗങ്ങളെ ഇന്ത്യയിലേക്ക് തിരിച്ചു വിളിച്ചു. അപ്പോൾ ഇങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ ഇന്ത്യക്കും ബംഗ്ലാദേശിനും ഇടയിൽ ഉണ്ടായി. എന്നാൽ ഇപ്പോൾ അത്തരം പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് ഒരു സൗഹൃദത്തിൻ്റെ കൈ തന്നെയാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ താരിഖ് റഹ്മാന്റെ പ്രസ്താവനയാണെങ്കിലും ഇന്ത്യയുമായി സഹകരിച്ച് മുന്നോട്ട് നീങ്ങും എന്നുള്ളൊരു പ്രസ്താവന തന്നെയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് പറയുന്നതിനോടൊപ്പം ഇന്ത്യക്ക് ഒരു സൗഹൃദത്തിൻ്റെ കൈയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇന്ത്യയും ഒട്ടും പുറകോട്ട് പോയിട്ടില്ല. ഈ വൻ ഭൂരിപക്ഷത്തോടെ 297-ൽ 209 സീറ്റുകൾ നേടി അധികാരത്തിൽ എത്തിയ BNP പാർട്ടിയുടെ നേതാവായിട്ടുള്ള അവിടുത്തെ പ്രധാനമന്ത്രിയായി നിലവിൽ സ്ഥാനമേറ്റിട്ടുള്ള താരിഖ് റഹ്മാനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി ഒരു കത്ത് അയച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രതിനിധിയായിട്ട് പങ്കെടുത്ത നമ്മുടെ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ കയ്യിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കത്ത് കൊടുത്തയച്ചത്. ഇതിൽ നരേന്ദ്രമോദി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, പുതിയ സർക്കാരിന് എല്ലാവിധ ആശംസയും നേരുന്നു. അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിന്റെ പുരോഗതിക്ക് ഇന്ത്യ എന്നും കൂടെയുണ്ടാകും. ജനാധിപത്യപരമായും അതുപോലെ തന്നെ ജനാധിപത്യപരമായ ഒരു രാഷ്ട്രം കെട്ടിപ്പടുക്കാനുള്ള ബംഗ്ലാദേശിന്റെ ശ്രമങ്ങൾക്ക് ഇന്ത്യ എന്നും പിന്തുണ നൽകും എന്നുകൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. അതുമാത്രമല്ല
താരിഖ് റഹ്മാനെ ഇന്ത്യയിലേക്ക് സ്വാഗതം കൂടി ചെയ്യുന്നുണ്ട് നരേന്ദ്രമോദി. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു സൗഹൃദം തന്നെയാണ് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉടലെടുക്കാനായിട്ടുള്ള സൂചനകൾ നിലവിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നത്. അജയ് സുധാബിജു വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച ഒരു കുടുംബത്തിലെ 2 പേർ മരിച്ചതിൽ ഭക്ഷണ സാമ്പിളുകളുടെ ഫലം ഇന്ന് പുറത്തുവരും. സംഭവത്തിൽ ഇതുവരെ ഭക്ഷ്യവിഷബാധ സ്ഥിരീകരിച്ചിട്ടില്ല. ഇതിനിടെ പരാതി ഉയർന്ന ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച 2 പേർ കൂടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺ മോഹൻ ചേരുകയാണ്. അരുണ്, ഗൗരവതരമായ ഒരു സംഭവമാണ്. പക്ഷെ എന്താണ് റീസൺ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ടല്ലേ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. കാരണം ഇപ്പോഴും അതിന്റെ ഫലം കാത്തിരിക്കുകയാണ്. ഈ പറയുന്ന എല്ലാവരും ഫലം കാത്തിരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള കാരണമെന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമുക്കറിയാവുന്നതുപോലെ കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു നിലമേൽ സ്വദേശിയായ ഷാജിയും കുടുംബവും ഈ പറയുന്ന വിഴിഞ്ഞത്തെ ഈ ഹോട്ടലിൽ എത്തുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. തുടർന്ന് ഷാജിയുടെ ഭാര്യ മാതാവ് റഷീദ ബീബിയും മരണത്തിന് കീഴടങ്ങുന്നത്. നമുക്ക് ഏറെ അതോടുകൂടിയായിരുന്നു ഈ വിഷയം ഏറെ ചർച്ചയാവുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തുള്ള 2 പേരുകൂടെ ഈ ഭക്ഷണം കഴിച്ച് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. മറ്റാർക്കെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അതും പരിശോധിക്കുന്നുണ്ട് ആരോഗ്യ വിഭാഗം. ഇത്തരത്തിൽ കഴിച്ചവരുടെ ആരൊക്കെ കഴിച്ചിട്ടുണ്ടോ, എടുക്കാൻ പറ്റുന്ന ലിസ്റ്റുകൾ എടുത്ത് പരിശോധിക്കുന്നു. അവരുടെ ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇന്നലെ ശേഖരിച്ച സാമ്പിളിന്റെ ഫലം വരണം. സുരക്ഷാ വിഭാഗത്തിൽ നിന്ന് സാമ്പിളിന്റെ ഫലം വരും. അത് വന്നാൽ മാത്രം പോരാ. ഈ പറയുന്ന മരണകാരണം അറിയണമെങ്കിൽ രാസപരിശോധന ഉൾപ്പെടെ വേണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണം. ഒക്കെയും ഇനിയും വരാനുണ്ട്. വന്നാൽ മാത്രമേ ഒരു പൂർണ്ണമായ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കഴിയൂ എന്നുള്ളതാണ് അധികൃതർ പറയുന്നത്. ഇന്നലെ ഈ പറയുന്ന വിഷയത്തെ തുടർന്ന് തന്നെ അവിടെ ചടയമംഗലം പോലീസ് ഈ ഹോട്ടൽ അടച്ചിട്ടൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അടച്ചതിന് ശേഷം തുടർന്ന് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ആരോഗ്യ വിഭാഗവും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും ഒക്കെയും സ്ഥലത്ത് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, ഇപ്പോഴും പരിശോധന അവിടെ തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ട്. ആ മേഖലയിൽ വിഴിഞ്ഞത്ത് നമുക്കറിയാം പലപ്പോഴും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ വിഭാഗങ്ങളൊക്കെ ഉണരുന്നത് എന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ദയനീയമായ ഒരു സ്ഥിതിയാണ്. ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കണം, മരണങ്ങൾ ഉണ്ടാകണം, എങ്കിൽ മാത്രമേ ഇത്തരം പരിശോധനകളൊന്ന് സജീവമാവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ അരുണ്. വ്യാപകമായ പരിശോധന എല്ലാ ഹോട്ടലുകളിലും ഉണ്ടോ അതോ ഈ പറഞ്ഞ ഹോട്ടൽ മാത്രമാണോ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശത്ത് ഉൾപ്പെടെ വ്യാപകമായ ഒരു പരിശോധന നടത്താൻ തന്നെയാണ് അധികൃതർ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു വിഷയം വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഇപ്പോഴും ഉണർന്ന് പ്രവർത്തിക്കുന്നു. പക്ഷെ അതല്ല ഒരു ശാശ്വത പരിഹാരം എന്നുള്ളതാണ് നാട്ടുകാരുടെ ഒരു പ്രധാന ആവശ്യം. കാരണം ഈ പ്രദേശത്ത് മീൻ വിഭവങ്ങൾ ഉൾപ്പെടെ മീൻ ലഭ്യത, നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സൂചിപ്പിച്ചതുപോലെ മീൻ വരുന്നത്, അതിന്റെ പഴക്കം, അതൊന്നും നോക്കാൻ ഒരു സംവിധാനവും ഈ പ്രദേശത്തോ ഇവിടെ ഇല്ല എന്നുള്ളതാണ് വളരെ ഗൗരവമായ ഒരു പരാതിയായി അല്ലെങ്കിൽ ആക്ഷേപമായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നത്. കാരണം മത്സ്യം കിട്ടുന്നു, അത് പറയുന്ന വിലയ്ക്ക് വാങ്ങിപ്പോകുന്ന വീട്ടമ്മമാരാണ് നമുക്ക് ചുറ്റുമുള്ളത്. പക്ഷേ എന്താണ് ഇതിന്റെ ഗുണനിലവാരം അല്ലെങ്കിൽ ഇത് ഉറപ്പുണ്ടോ എന്ന് വരുത്താൻ ആരും ഇതിന് മുതിരുന്നില്ല എന്നുള്ളൊരു വസ്തുത കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ ഹോട്ടൽ ഉൾപ്പെടെ സ്ഥലങ്ങളിൽ ഇപ്പോൾ പരിശോധന നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രദേശത്തൊക്കെ പരിശോധന ഉണ്ട്. എന്നാലും ഇപ്പോൾ ഫലം കാത്തിരിക്കുകയാണ് പ്രദേശവാസികളും ഉൾപ്പെടെയുള്ളവരെല്ലാവരും. അരുൺ മോഹൻ വിവരങ്ങൾ പങ്കുവച്ചു. ഏതായാലും 9 മണി വാർത്ത പൂർത്തിയാക്കാൻ സമയമായി. നിരവധി വാർത്തകളുണ്ട്. ഇനി ന്യൂസ് ട്രെൻഡ്സിലൂടെ KP അഭിലാഷ് ചേരും. നമസ്കാരം.